മുതുവാൻകുടിയിൽ പ്രവർത്തിക്കുന്ന വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേട് നടക്കുന്നുവെന്ന ആരോപണവുമായി പഞ്ചായത്തിലെ UDF അംഗങ്ങൾ രംഗത്ത്. സംഭവവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലും വിജിലൻസ് അന്വേഷണവും നടത്തണമെന്ന UDF അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് കേന്ദ്രത്തിലെത്തിച്ച പ്ലാസ്റ്റിക് സാധനങ്ങളടക്കം മോഷണം പോയി എന്നതുൾപ്പെടെ വിവിധ ആരോപണങ്ങളാണ് UDF പഞ്ചായത്ത് അംഗങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. മുതുവാൻകുടിയിൽ പ്രവർത്തിക്കുന്ന വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങളാണ് പഞ്ചായത്തിലെ UDF അംഗങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേട് നടക്കുന്നുവെന്നാണ് UDFന്റെ ആരോപണം. ലെഗസി വേസ്റ്റ് കയറ്റിവിട്ടതിലും ക്ലീൻ ചെയ്ത പ്ലാസ്റ്റിക് വിറ്റതിലും ക്രമക്കേട് നടന്നിട്ടുള്ളതായി UDF പഞ്ചായത്ത് അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് കേന്ദ്രത്തിലെത്തിച്ച പ്ലാസ്റ്റിക് സാധനങ്ങളടക്കം മോഷണം പോയി എന്ന ആക്ഷേപവും UDF അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കേന്ദ്രത്തിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറ സംബന്ധിച്ചും ആക്ഷേപമുണ്ട്. അവിടെ പഞ്ചായത്തിന്റെ MCF യൂണിറ്റിൽ വെച്ച് വിവിധ ഇനങ്ങളായി തരംതിരിച്ച് അത് കയറ്റി അയച്ചു കൊടുക്കുകയാണ് ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഓരോ ഐറ്റത്തിൽ തരംതിരിച്ച് 30 മുതൽ 20, 25 ഇങ്ങനെ പലതരത്തിലായി അതിന്റെ വില പഞ്ചായത്തിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന കൺസോർഷ്യത്തിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ പണമാണ് ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേതനമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരണത്തിൽ കൊടുത്തുകൊണ്ടിരിക്കെ പഞ്ചായത്തിലെ MCF യൂണിറ്റിൽ കളക്ട് ചെയ്തു വെച്ച വിവിധ ഇനം സാധനങ്ങൾ, ആക്രി സാധനങ്ങൾ ഉൾപ്പെടെ നിരവധിയായ ലോഡ് സാധനങ്ങൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന പോയ സാഹചര്യമുണ്ടായി. പഞ്ചായത്ത് കമ്മിറ്റിക്ക് അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിന്റെ MCF യൂണിറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ഉൾപ്പെടെ തകർക്കപ്പെട്ട് അതിന്റെ മെമ്മറി കാർഡ് ഉൾപ്പെടെ തകർത്ത് കടന്നിട്ടാണ് ഈ ഇത്തരം മോഷണമുള്ളതെന്ന് നടത്തിയിട്ടുള്ളത്. മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാരനെ നിയമിച്ചതിലും UDF അംഗങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നു. പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം വിഷയത്തിൽ അന്വേഷണം നടത്താൻ നിയോഗിക്കപ്പെട്ട ഉപസമിതിക്ക് ക്രമക്കേട് സംബന്ധിച്ച ബോധ്യം വന്നിട്ടും ഭരണകക്ഷിയിലെ പ്രധാന പാർട്ടിയുടെ ഇടപെടൽ മൂലം തുടർ നടപടികളിൽ നിന്ന് പിന്നോക്കം പോകുകയാണെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. വിഷയം പഞ്ചായത്ത് ഏതാനും തൊഴിലാളികളുടെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും ഊർജിതമായ അന്വേഷണം നടക്കുന്നില്ല. സംഭവവുമായി ബന്ധപ്പെട്ട വകുപ്പ് തലത്തിലും വിജിലൻസ് അന്വേഷണവും നടത്തണമെന്നും UDF അംഗങ്ങളായ AN സുജികുമാർ, റോയി പാലക്കൽ, അനിത സിദ്ധാർത്ഥൻ, അനില സനിൽ, മിനി ഷിബി, ജാസ്മി അമാൻ എന്നിവർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.